ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. വാലന്റൈൻസ് ഡേ ഇപ്പം നമ്മുടെ നാട്ടിൽ ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. വാലന്റൈൻസ് ഡേ ആഘോഷിച്ചാലും ഇല്ലേലും ആ സ്പെഷ്യൽ ഡേറ്റിൽ ഒരു സ്പെഷ്യൽ റെസിപ്പി നമ്മുടെ സ്പെഷ്യൽ വണ്ണിന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പം അന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ലെയേർഡ് ജെൽ കേക്കാണ്. പേര് കേട്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാടും ഇല്ല ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ: മാതുള ജ്യൂസ്, അഗർ അഗർ, പഞ്ചസാര, പാല്, വെള്ളം, പിന്നെ റെഡ് ഫുഡ് കളർ. അഗർ അഗറിനെ ചൈന ഗ്രാസ് എന്നും പറയും. അഗർ അഗർ ഇല്ലെങ്കിൽ ജലാറ്റിൻ എടുത്താലും മതി. ചേരുവകൾ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം അഗർ അഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അഗർ അഗറോ അല്ലെങ്കിൽ ജലാറ്റിനോ എടുക്കാം. ഞാനിവിടെ സ്റ്റിക്ക് രൂപത്തിലുള്ള അഗർ അഗറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം പൗഡർ രൂപത്തിലുള്ള ജലാറ്റിനും അഗർ അഗറൊക്കെ കിട്ടുന്നുണ്ട്. അതായാലും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് 2 ലെയറുള്ള ജെൽ കേക്കാണ്. ഒരു ലെയർ വെള്ള കളറ്, അത് പാല് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു ലെയർ റെഡ് കളറ്, അത് നമ്മൾ മാതളം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 5 ഗ്രാം ഈ പാല് കൊണ്ടുള്ള ജെല്ലിനും 5 ഗ്രാം മാതളം കൊണ്ടുള്ള ജെല്ലിനും വേണ്ടിയിട്ടാണ്. ഇനി ഈ അഗർ അഗറിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് 10 മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ടിരിക്കണം. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 240 ml ആണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് മാതളത്തിൻ്റെ ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മാതളത്തിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അരിച്ചെടുത്തതാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറു തീയിൽ ചൂടാക്കി എടുക്കാം. ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ 1 കപ്പ് പാലും കൂടി വെച്ചിട്ടുണ്ട്. 2 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പാലിൻ്റെ ടേസ്റ്റ് മാത്രം വരും. ഏലക്കയുടെ എസൻസ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ പാലിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് ചൂടാക്കി എടുക്കാം. ഈ അഗർ അഗർ നന്നായിട്ട് അലിഞ്ഞു വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ കലങ്ങിയ പോലെ കിടക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് കലക്കി കൊടുക്കാം. ഈ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് കളയാനൊന്നും കാണില്ല. സ്പൂണിട്ട് അരിച്ചെടുക്കുമ്പോൾ കട്ടിയൊക്കെ മാറി എല്ലാം ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ട് പകുത്ത് വയ്ക്കാം. പകുതി നമുക്ക് പാലിന് വേണ്ടിയിട്ടും പകുതി നമുക്ക് മാതളത്തിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മാതളത്തിൻ്റെ നീര് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് പകുതി അഗർ അഗർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കളർ ചേർത്ത് കൊടുക്കണം. കാരണം ഇപ്പോൾ ഇത് പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. നമുക്ക് റെഡ് കളറാണ് വേണ്ടത്. ആദ്യം 2 തുള്ളി റെഡ് കളർ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി നോക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള കളർ കിട്ടുന്ന വരെ കളർ ചേർത്ത് കൊടുക്കുക. റെഡ് കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ഇനി പഞ്ചസാര അലിയുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സിലിക്കണിൻ്റെ ബേക്കിംഗ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ കയ്യിൽ ഹാർട്ട് ഷേപ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളിൽ സാധാരണ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ബേക്ക് ചെയ്യുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അതും എടുത്താൽ കുഴപ്പമില്ല. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സാധാരണ പോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിൽ ഒഴിച്ചിട്ടും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ സിലിക്കണിലാവുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പം ഞാനിത് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാ പാത്രമാണ് എടുക്കുന്നെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ബട്ടറോ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക. കൂടുതലായിട്ട് തടവരുത്, ചെറുതായിട്ടൊന്ന് തടവിയിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഫാനിൻ്റെ മുന്നിൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക. 10 മിനിറ്റ് വയ്ക്കുമ്പോൾ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇതിപ്പോൾ വെള്ളം പോലെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, ഇതെന്തായാലും സെറ്റായിട്ട് വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫോർക്ക് വെച്ചിട്ട് ചെറിയ വരകൾ വരച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ വരും പാലിൻ്റെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പാലിൻ്റെ ജെല്ല് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പകുതി അഗർ അഗറാണിത്. ഇത് കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ സെറ്റായിപ്പോയി.
ഒന്ന് ചൂടാക്കിയാൽ മതി, ഇത് പഴയ പോലെ ആവും. ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ ഇത് വെള്ളമായിട്ട് മാറി വരുന്നുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. റെഡിയായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് ഞാൻ അരിച്ചാണ് ചേർക്കുന്നത്, കാരണം ചെറിയ പാട കെട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലിൽ ഞാൻ നേരത്തെ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പം ചേർക്കണില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആ പാലും അഗറഗറും ചേർന്നത് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ഒരു തവിയോ സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നേരിട്ട് ഒഴിച്ചാൽ ആദ്യത്തെ ലെയർ അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ സാവധാനം ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലുള്ള ആ കുമിളകളൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഇത് 10 മിനിറ്റ് ഫാനിൻ്റെ മുന്നിൽ വയ്ക്കാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇതിന് മൂടിയില്ല, ഞാൻ അതുകൊണ്ട് ഒരു ക്ലിങ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ്. എന്നിട്ട് 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ സിലിക്കൺ ആയതുകൊണ്ട് ഒട്ടിയൊന്നും പിടിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സാധാ പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ കത്തി കൊണ്ട് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ലെയേർഡ് ജെൽ കേക്ക് തയ്യാറായിട്ടുണ്ട്. മുകളിൽ ചുവപ്പ് കളറും താഴെ വെള്ള കളറും ഉള്ള ഒരു ജെൽ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. കേക്ക് ഉണ്ടാക്കുന്ന പാടൊന്നുമില്ല. ഇത് ഞാൻ മുറിച്ച് കാണിക്കാം. 2 ലെയറിന് 2 ടേസ്റ്റാണ്. താഴത്തേന് പാലിൻ്റെ ടേസ്റ്റും മുകളിലത്തേന് മാതളത്തിൻ്റെ ടേസ്റ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.